അപ്പോളേ അടുക്കള തോട്ടമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു പച്ചമുളക് ചെടിയെങ്കിലും നട്ട് പിടിപ്പിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. അത് പൂത്ത് നിൽക്കുന്നതും കായ്ച്ച് നിൽക്കുന്നതൊക്കെ കാണുന്നത് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. എന്താ ഇവളെന്താ പിന്നെ മറ്റേ കുറുക്കൻ്റെ പോലെ ഉണ്ടല്ലോ മുഖം, എന്താ കണ്ണിന്ന് കുടുകൂടാ നീര് വരുന്നു, എന്ത് സംഭവം? എന്താ മനെ എന്നായിക്കോട്ടെ. ഞാൻ പിന്നെ അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് വളമൊന്നും വാങ്ങാതെ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സൂപ്പർ വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂലേ. അപ്പം അത് നമ്മളെ സവാള തൊലി കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാളത്തൊലി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പച്ചക്കറികൾ നന്നായിട്ട് തഴച്ച് വളരാനും അതേപോലെ ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ ആവശ്യമുള്ള ഒരുപാട് മൂലങ്ങൾ, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഇതൊക്കെ ഒരുപാട് ഉയർന്ന അളവിൽ തന്നെ നമ്മുടെ സവാളത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പലരും പല രീതിയിലാണ് അത് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുന്നത്. ചില ആൾക്കാരാണെങ്കിൽ പിന്നെ അത് പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ച് അത് ഇട്ട് കൊടുക്കുന്നവരുണ്ടാവും. ചിലവരാണെങ്കിൽ അത് കമ്പോസ്റ്റ് ആക്കി കൊടുക്കുന്നവരുണ്ടാവും. ചിലവരാണെങ്കിൽ പിന്നെ മണ്ണ് മാന്തിയിട്ട് അങ്ങനെ മൂടി കൊടുക്കുന്നവരുണ്ടാവും. മണ്ണ് മാന്തിയിട്ട് ചെടീൻ്റെ അടിയിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് പ്രാണികളുടെ ശല്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ അത് വലിച്ചെടുക്കാനും ദ്രവിച്ച് പോകാനൊക്കെ കുറച്ച് കാലതാമസമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മെനക്കെടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മെനക്കെടില്ല, ചെടിക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിൽ ലിക്വിഡായിട്ട് എങ്ങനെയാണ് അത് ചെടിക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. എന്താ അമ്മനെ ഒന്ന് അടങ്ങി നിന്നൂടെ? ഏത് നേരം ഇത് കണ്ടോ, ഈ ചെറുക്കനുണ്ടല്ലോ ഭയങ്കര വികൃതിയാണ് കേട്ടോ ഇവിടെ. ഞാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നുകാണ്ട് ഇത് ചെയ്യണ എന്താ വെച്ചാൽ റോട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കാണും. അപ്പോൾ ഓല് കാണുമ്പോൾ ഒരു മടിയാട്ടോ. അതുകൊണ്ടാണ് ഈ അടുക്കളയിൽ വന്നിട്ടിരുന്ന് പറയുന്നത്. എന്തായിക്കോട്ടെ, നമുക്ക് അതൊന്ന് കാണാട്ടോ. ആ മടിനെ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഇതേപോലെ പിന്നെ കുറച്ച് സവാളത്തൊലിയും അതേപോലെ ഇതുപോലെ ഒരു ഡബ്ബയാണ് കേട്ടോ. പിന്നെ എയർ ടൈറ്റ് ആയിട്ട് മൂടി വെക്കാൻ പറ്റിയ ഒരു ഡബ്ബയാണ് വേണ്ടത്. അപ്പോൾ ഒരു പിടി നമ്മളെ കയ്യിന് ഒരു പിടി സവാളത്തൊലിയാണ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തേക്ക് ആവശ്യം. എന്നിട്ട് അതിൽ നമ്മൾ പിന്നെ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരാഴ്ച വരെ നമ്മളത് അങ്ങനെ വെക്കണം കേട്ടോ. അതുവരെ നമ്മൾ തുറക്കാനൊന്നും പാടില്ല, അങ്ങനെ തന്നെ മൂടി വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ദിവസം വെച്ചാൽ കൂടുതൽ നല്ലത്. പക്ഷേ അപ്പോൾ ആ സമയത്ത് സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ കൂടുതൽ വെച്ചാൽ. പിന്നെ കണ്ടോ ഇത് ഞാൻ പിന്നെ കുറച്ചായിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ പിന്നെ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ആകെ അലിഞ്ഞതിൽ കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് മിക്സായിട്ടുണ്ടാവും അതിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പിന്നെ ഇനി അത് വീര്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറച്ചും കൂടി ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെടിക്ക് ഒരു കപ്പ് 1.5 കപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ മുന്നായിട്ട് മണ്ണൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനതിപ്പോൾ ഒന്ന് കൈക്കോട്ടെടുത്ത് നല്ലോണം കളച്ച് തൂമ്പുകൊണ്ട് നന്നായിട്ട് കളച്ചിട്ടതാണ് കേട്ടോ. വെള്ളം അല്ലെങ്കിൽ ഒഴുകി പോകും. അപ്പം മുളകൊക്കെ കണ്ടില്ലേ, നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊഴിക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും കൂടി കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതേപോലെ തന്നെ നമ്മളെ കൃഷീനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.